हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे ഗുരുപരമ്പരാ. ഇന്നലെ നമ്മൾ എത്ര ശ്ലോകമാണെന്ന് കണ്ടു, 31 ശ്ലോകം. അതിന് എല്ലാം കൂടി മോഹമുദ്ഗര എന്നുള്ളൊരു പേര് പറയും. ശങ്കരൻ രചിച്ചിട്ടുള്ള 12 ശ്ലോകത്തിന് ദ്വാദശ മഞ്ജരിക സ്തോത്രം എന്ന് പറയും. ശിഷ്യന്മാർ രചിച്ചിട്ടുള്ള 14 ശ്ലോകത്തിന് ചതുർദശ മഞ്ജരിക സ്തോത്രം എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. എന്തുകൊണ്ടാണ് ഇതിനെ ഈ മഞ്ജരിക എന്ന് പറയുന്നത്? മഞ്ജരി മീൻസ് ബൊക്കെ. ഒരു പൂച്ചെണ്ടാണ് മഞ്ജരി എന്ന് വെച്ചാൽ. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ്, പൂച്ചെണ്ട്. പൂച്ചെണ്ട എന്ന് പറഞ്ഞാൽ പൂച്ചെണ്ട് ഇല്ലാത്തൊരു ഫങ്ഷൻ ഇല്ല നമ്മുടെ സംസ്കാരത്തിൽ. ആദ്യം മുതലേ എന്ത് നല്ലൊരു കാര്യം ചടങ്ങുണ്ടെങ്കിലും ഒരു പൂച്ചെണ്ട് കയ്യിൽ കൊടുക്കുക, കല്യാണത്തിന് പൂച്ചെണ്ട് മാറുക. അപ്പോൾ പോയി ഇപ്പോൾ എല്ലാ ദിക്കിലും ഓഫീസിൽ വയ്ക്കലും അവിടെ എല്ലാം ഇപ്പോൾ തന്നെയാണ്, എല്ലാം പൂച്ചെണ്ട് തന്നെയാണ് എല്ലാ ദിക്കിലും. അത് വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്നതാണ്. ആ പൂച്ചെണ്ട് ഈ പൂവ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നും, ഒരു കുളിർമ, മനസ്സിനൊരു കുളിർമ തോന്നും കാണുമ്പോൾ തന്നെ. വെറും കാഴ്ചയിൽ മാത്രം മതി അത്. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്നൊരു മാനസിക എന്താ പറയുക വികാരമാണത്. പൂവിനോട് പൂ കണ്ടു കഴിഞ്ഞാൽ ഒരു കുളിർമ മനസ്സിന്, ആ ഒരു കുളിർമ മനസ്സിനുണ്ടാവും. അതേപോലെ തന്നെ ഈ സ്തോത്രങ്ങൾ, അതിൻ്റെ സാഹിത്യം വായിച്ചാൽ അതിൻ്റെ ട്യൂണ്, സാഹിത്യമല്ല ട്യൂൺ, അതിൻ്റെ മെലഡി, മ്യൂസിക് മെലഡി, ആ മെലഡി തന്നെ വളരെ ഒരു ആനന്ദം തരുന്നൊരു മെലഡിയാണ്. തരങ്കിണി ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല. അതൊന്നിച്ച് നമ്മൾ ഇപ്പോൾ MS സുബ്ബലക്ഷ്മിയുടെ ഒക്കെ കേട്ടിട്ട് അത്ര നന്നായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ. വളരെ മ്യൂസിക്കലായിട്ട് പാടാൻ കഴിയുന്ന ഒരു കളക്ഷൻ ഓഫ് ശ്ലോകാസാണത്. അതുകൊണ്ട് അതിനെ ആ രൂപത്തിലാണ് അതിനെ മഞ്ജരി എന്ന് പറയുന്നത്, ഒരർത്ഥം. രണ്ടാമത്, നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരു പൂച്ചെണ്ട് കണ്ടാൽ അത് ആനന്ദിച്ച് മനസ്സിൻ്റെ ഒരു കുളിർമ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞൊന്നും നമുക്ക് അതുകൊണ്ട് ഉപകാരമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ വലിച്ച് ചീന്തി കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ വലിച്ച് ചീന്തി അങ്ങോട്ട് കളയും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു പരിമളം നമുക്ക് കിട്ടും, ആ പൂവിൻ്റെ ഒരു പരിമളം നമുക്ക് കിട്ടും. അതേപോലെ ഒരു പരിമളമാണ് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വെറുതെ ജസ്റ്റ് ആ മെലഡിയിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് ആ പരിമളം. പക്ഷേ ഒരു തേനീച്ച ആ പൂവിൻ്റെ ഉള്ളിൽ ചെന്നിരുന്ന് അതിൽ നിന്ന് നുകരുന്ന് കിട്ടുന്ന തേനുണ്ടല്ലോ, അത് അമൃതമാണ്. ആർക്ക്? തേനീച്ചയ്ക്ക്. അപ്പോൾ പൂക്കളുടെ പിന്നാലെ പോകാനും തേനുള്ള പൂക്കളെ കണ്ടറിഞ്ഞ് അതിൽ ചെന്നിരിക്കാനും അതിൽ നിന്ന് തേൻ കുടിക്കാനും ഉള്ളൊരു കല ഉള്ള ഒരു തേനീച്ചയ്ക്ക് പൂവ് സ്വർഗമാണ്. അതിന് പരിമളം അത്ര കാര്യമല്ല, അതിൽ നിന്ന് കിട്ടുന്ന തേനാണ് അതിന്. പരിമളം ഉണ്ടായതായിരിക്കാം, പരിമളം ഇല്ലാണ്ട് പൂവിനെ അന്വേഷിച്ച് പോകാൻ പറ്റില്ലല്ലോ തേനീച്ചയ്ക്ക്, അതിനുണ്ടായിരിക്കാം.
പക്ഷേ എങ്കിലും അത് പരിമളത്തിനെ ഓർത്തിട്ടല്ല അങ്ങോട്ട് പോകുന്നത്, പരിമളത്തിനെ മാത്രം ഓർത്തിട്ടല്ല പോകുന്നത്. പരിമളത്തിന് അപ്പുറത്ത് ഒരു നിർവൃതി അതിന് കിട്ടുന്നു. മനസ്സിലായി? അതുപോലെ തന്നെ നമുക്ക് ഭജഗോവിന്ദത്തിൽ വായിച്ചു കഴിയുമ്പോൾ നല്ല മ്യൂസിക്കൽ ടോണിൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നിങ്ങനെ സെറീൻ അറ്റ്മോസ്ഫിയറിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു സമയത്ത് വെറുതെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണടച്ച് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ഇങ്ങനെ ഉരുവിട്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു മാധുര്യമുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക ഈണവും അതിൻ്റെ ഒരു രസവും എല്ലാം നമുക്ക് കിട്ടും. പൂവിന് പരിമളം കിട്ടുന്നത് പോലെ ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടും. മനസ്സിന് കുളിർമ കിട്ടും. പ്ലസ് അതിൽ അർത്ഥത്തിൻ്റെ വ്യാപ്തി നോക്കി ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളവർ തേനീച്ചയെ പോലെ അങ്ങനെ കണ്ടു ചെല്ലുന്നവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് നെക്ടാർ, അമൃതമാണ്, തേനല്ല, അമൃതമാണ് കിട്ടുന്നത്. ഇമ്മോർട്ടൽ നോളജ്. മനസ്സിലായില്ലേ? ഓരോ വാക്കിൻ്റെയും ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി എന്താണ് ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത്, എന്തുദ്ദേശിച്ചിട്ടാണ് അത് ചൊല്ലിയിട്ടുള്ളത്, ഇതുകൊണ്ട് നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, നമുക്കെങ്ങനെ ഉപകരിക്കാൻ പറ്റും എന്ന് ആഞ്ഞ് ഉള്ളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് ഓരോ രത്നങ്ങളായിരിക്കും, ഓരോ അർത്ഥങ്ങൾ വളരെ ഉള്ളൊരു ശ്ലോകങ്ങളാണ്. ഇതിൽ കുത്തിത്തിരികിയിട്ടുള്ള വേദാന്തം ചില്ലറയല്ല. എല്ലാ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും എല്ലാറ്റിലുമുള്ള വേദാന്തം ഇതിൽ ഈ 31 ശ്ലോകങ്ങളിൽ ശങ്കരനും ശിഷ്യന്മാരുമായിട്ട് കുത്തിച്ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രന്ഥം വായിച്ചാൽ മതി. സാമാന്യം നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്ക് ധാരാളം മതി. പിന്നൊക്കെ നമ്മുടെ ക്യൂരിയോസിറ്റിയാണ്, അതിനൊരു അറ്റമില്ല അവസാനമില്ല. കമ്പൽസറി ആയിട്ട് എന്നോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നോട് വല്ലവരും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി നമ്മുടെ ആത്മസാക്ഷാത്കാരം നമുക്ക് ഒരു നിർവൃതി കിട്ടാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഭജഗോവിന്ദമാണ്. ഗീത പഠിക്കാം, കുഴപ്പമില്ല. ഭജഗോവിന്ദം പഠിക്കേണ്ട ഗീത പഠിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി. പക്ഷേ ഇത്രയും 31 ശ്ലോകത്തിനുള്ളിൽ അടക്കിയിട്ടുള്ള ആ മഹാതത്വമുണ്ടല്ലോ, അസാമാന്യ തത്വം, അത് നമുക്ക് കാലക്രമേണ നമുക്ക് ഈ ശ്ലോകങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ പ്രതിപാദിക്കാത്ത ഗൃഹസ്ഥന്മാർക്കോ സന്യാസിമാർക്കോ വാനപ്രസ്ഥക്കാർക്കോ ബ്രഹ്മചാരിമാർക്കോ ഉള്ള ഒരു സിറ്റുവേഷനോ ചുറ്റുപാടോ ഇല്ല. എല്ലാവരെയും കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീക്ക്നെസ്സുകളും, എല്ലാവരും ചെയ്യുന്ന മണ്ടത്തരങ്ങളും, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പ്രതിപാദിച്ചിട്ട് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നമുക്കൊരു അനാലിസിസ് കിട്ടാനായിട്ട് നമുക്ക് അസാമാന്യ ഒരു നിർവൃതി, നമുക്ക് ആത്മീയ നിർവൃതി തന്നെ വേണം പറയാൻ, ഈ ഭജഗോവിന്ദത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് അതിനെ ഈ 2 കാര്യങ്ങളെ കൊണ്ടാണ് സാമ്യം ഉണ്ടാക്കുന്നത്. മഞ്ജരിക്കും ഈ ശ്ലോകങ്ങൾക്കും സാമ്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ദ്വാദശ മഞ്ജരിക സ്തോത്രം എന്നും ചതുർദശ മഞ്ജരിക സ്തോത്രം എന്നും പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇനി ഇതിന് വേറൊരു പേരുള്ളത്, ശരിക്കുള്ള പേര് ഭജഗോവിന്ദം പറഞ്ഞല്ലോ, ഓമനപ്പേരാണ്. ശരിക്കുള്ള പേര് ഇതിന് എല്ലാം കൂടി 31 ശ്ലോകത്തിനും കൂടി മോഹമുദ്ഗര എന്ന് പറയും. മോഹമുദ്ഗര. മോഹം മുദ്ഗര. മുദ്ഗര എന്ന് വെച്ചാൽ ചുറ്റിക, വലിയൊരു ചുറ്റിക, ഒരു ഹാമർ. ചുറ്റിക എന്ന് പറഞ്ഞാലും പോരാ, ശരിക്കും എന്താ പറയുക, മുദ്ഗര എന്ന് വെച്ചെങ്കിൽ പറയാം മുൾത്തടിയില്ലേ, മുള്ളുകൊണ്ടുള്ള തടി, മുൾത്തടി, 4 പുറം പറ്റി നിൽക്കുന്ന, മുള്ള് പറ്റി നിൽക്കുന്ന ഒരു തരം ചെടിയുണ്ട്, ഈ പൂളമരം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു മരം. അതുകൊണ്ടൊരു വീക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ
അവൻ അവൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ചീളായിട്ട് അങ്ങേയറ്റം വരെ അകത്തേക്ക് പോയിട്ട് മാത്രമല്ല ഇവനെ കുട്ടിച്ചോറാക്കുകയും ചെയ്യും. ഈ അടി കിട്ടിയ വസ്തുവിനെ ഇവൻ ആകെ കുട്ടിച്ചോറാക്കി ചമ്മന്തിയാക്കി തരും കയ്യിൽ. പൗഡേർഡ് എന്ന് പറയില്ലേ, പൊട്ടിച്ച് ഇങ്ങോട്ട് തരും, നല്ല ശീലപ്പൊടി രൂപത്തിലാക്കി തരും. അതിനാണ് മുദ്ഗര എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഹാമർ എന്ന് ആദ്യം പറഞ്ഞത്. ഹാമർ എന്ന് പറഞ്ഞപ്പോൾ പോരാ, ഹാമർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ ഒരടി ഇങ്ങനെ കൊള്ളുള്ളൂ. ഇതല്ല, ഇത് ഒരു മുള്ള് ചെടി കൊണ്ടോ അല്ലെങ്കിൽ മുൾക്കമ്പൗണ്ടോ അല്ലെങ്കിൽ മുൾത്തരി കൊണ്ടോ നമ്മളെ ഒരാൾ അടിക്കുകയില്ല, വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിക്കിലല്ല നമുക്ക് പറ്റുള്ളൂ, എല്ലാ ദിക്കിലും കൊള്ളും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിനെ സ്പർശിക്കും. അപ്പോൾ ചുറ്റിക എന്ന് പറയുന്നത് ശരിയാണ്, ശരിക്കൊരു എന്താ ഇംഗ്ലീഷിൻ്റെ വാക്ക് പൾവറൈസർ ശരിക്കും പൊട്ടിയാക്കി തരും നമ്മൾ. എന്തിനാക്കി? നമ്മളെയല്ല, നമ്മുടെ മോഹത്തിന്. അതല്ലേ നമുക്ക് വേണ്ടത്. അത് വില്ലിങ് ആണെങ്കിൽ മാത്രം പുറപ്പെട്ടാൽ മതി എക്സസൈസിന് കേട്ടോ. മോഹം പൾവറൈസ് ചെയ്യാൻ ഉദ്ദേശമില്ലാത്തവർക്ക് പുറപ്പെടണ്ട. ആകെപ്പാടൊരു പരുവാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരും വജുഗോവിന്ദം. ധൈര്യമുള്ളവർ ഇരുന്നാൽ മതി. അതുകൊണ്ടാണ് അതിന് മോഹമുദ്ഗര എന്ന് പറയുന്നത്. വേദാന്ത പഠനത്തിൻ്റെ ലക്ഷ്യം എന്താ പറയൂ? ലക്ഷ്യമെന്താ? ആത്മസാക്ഷാത്കാരല്ലേ? അത് തുടങ്ങണമെങ്കിൽ മോഹം അവസാനിക്കണം. അതുകൊണ്ടാണ് മോഹം ഈസ് എ ലാസ്റ്റ് സ്റ്റെപ്പ് ടു ബി ഡ്രോപ്ഡ്. എപ്പോൾ മോഹം ഉള്ളിൽ നിലനിൽക്കുന്നോ അത്രത്തോളം കാലം അധ്യാത്മ സാക്ഷാത്കാരം ഉണ്ടാവില്ല, ആത്മബോധനം നമുക്കുണ്ടാവില്ല, ആത്മബോധം നമുക്ക് കിട്ടില്ല. ഇത് പോയി കഴിഞ്ഞാൽ ഉപദേശമൊക്കെ അവിടെ നിർത്താം. ആത്മബോധം പിന്നെ നമ്മുടെ പ്രയത്നമാണ്, ഉപദേശം വേണ്ട. പിന്നെ മൂഢമതയെന്ന് പറഞ്ഞില്ല ഇന്നലെ, ആ മൂഢമതയുടെ കൈമുതലാണ് മോഹം. അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് അത് നശിപ്പിച്ചല്ലാണ്ട് കച്ചവടം പൂട്ടി പോരാൻ പറ്റില്ല. ആ കൈമുതൽ കയ്യിൽ നിന്ന് പോകണം. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപദേശവും കേൾക്കണ്ട. അത് കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരാളുടെ ഇങ്ങനെ ഉപദേശം നമ്മൾക്ക് മേടിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇപ്പുറത്ത് ആത്മസാക്ഷാത്കാരം വേണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അത് മോഹമാണ്. ആ മോഹം മലയാളത്തിലെ മോഹമാണ് കേട്ടോ. ആത്മസാക്ഷാത്കാരം വേണമെന്നുള്ള മോഹം മലയാളത്തിലെ മോഹമാണ്, അത് ആഗ്രഹമാണ്. ആ ആഗ്രഹവും സംസ്കൃതത്തിലെ വേദാന്തത്തിലെ മോഹമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്, രണ്ടും രണ്ടാണ്. വേദാന്തത്തിലെ മോഹം എന്ന് പറഞ്ഞാൽ അപകടകാരിയാണ്. അത് നമ്മൾ മൂഢാന്ന് കണ്ടില്ലേ ഒരു നാമം ഇന്നലെ? സത്യത്തിനെ സത്യമായി അറിയാതെ മിഥ്യയായിട്ട് കണക്കാക്കുക, മിഥ്യയെ മിഥ്യയല്ലാതെ സത്യമായിട്ട് കണക്കാക്കുക. ഇതാണ് മോഹം, ഇതാണ് മൂഢത, ഇതാണ് മോഹം. അപ്പോൾ ആ മോഹം നമ്മളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമുക്ക് ആത്മസാക്ഷാത്കരിക്കേണ്ട മോഹം, ആഗ്രഹം, മലയാളത്തിലെ മോഹം, അത് കൈവരിക്കാൻ പറ്റില്ല. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപദേശമൊന്നും വേണ്ട, നമുക്ക് സംഭവം മനസ്സിലാവും, ഞാൻ ആരാന്നുള്ള കാര്യം മനസ്സിലാവും. അതാണല്ലോ സത്യം മനസ്സിലാവാത്തതുകൊണ്ടല്ലേ നമ്മുടെ പരിഭ്രമം. മൂഢനാവാൻ കാരണം അതല്ലേ, വർഗീസിന് അതല്ലേ പറ്റിയേ, അറിവില്ലായല്ലോ. അപ്പം മൂഢത്വം മാറണമെങ്കിൽ മോഹം കയ്യിൽ നിന്ന് പോകണം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപദേശം വേണ്ട. യു ക്യാൻ സ്റ്റോപ്പ് ഓൾ അഡ്വൈസ്. പിന്നെ ആരും നമുക്ക് വേണ്ട, പിന്നെ ഓൺലി ഗൈഡൻസ്. പിന്നെന്താ? നമ്മളുടെ സ്വപരിശ്രമം കൊണ്ട് യു ബിക്കം വൺ വിത്ത് ഹിം. നോളജ് കിട്ടി, റിയലൈസേഷൻ. അത് ആർക്കും ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ഉപദേശിക്കാനും പറ്റില്ല. അത് യുവർ സെൽഫ്, നമ്മുടെ സാധനയാണത്. പിന്നെ അപ്പോൾ മോഹത്തിനെ കളയൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ
അവസാനത്തെ ശ്ലോകത്തിൽ പാർത്ഥൻ അർജുനൻ പറയാം, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ ത്വൽപ്രസാദന്മയച്യുത സ്ഥിതോസ്മി ഗതസന്തോഹം കരിഷ്യേ വചനം തവ. നഷ്ടോ മോഹ, അർജുനൻ അമ്പുവില്ലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കൈ മേപ്പിട്ടിട്ട് ചാടിത്തുള്ളി. ആർക്കിമിഡീസ് പറഞ്ഞ പോലെ, യൂറിക്ക, നഷ്ടോ മോഹ, ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഔട്ട് ഓഫ് ഇറ്റ്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ. എൻ്റെ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി. ഇത് പോയി കിടക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോഴാണ് ഈ താക്കോല് കിട്ടിയത്. ഈശ്വര, ഞാൻ ആരാന്നുള്ള താക്കോല് എൻ്റെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയായിരുന്നു. സ്മൃതിർലബ്ധ്വാ, ഓർമ്മ വന്നു. ആവു, ത്വൽപ്രസാദന്മയച്യുതാ, ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇതിലൊന്നും ഇടവരില്ല. മോഹം പോകാനും പറ്റില്ല, ഭഗവാന്റെ കാരുണ്യം വേണം. താക്കോല് തിരിച്ചു കിട്ടാനും ഭഗവാന്റെ കാരുണ്യം വേണം. രണ്ടും ഭഗവാന്റെ കാരുണ്യം വേണം. അതുകൊണ്ട് എനിക്ക് രണ്ടും കിട്ടി. സ്ഥിതോസ്മി ഗതസന്ദേഹം, ഗതസന്ദേഹം തീർന്നു, എല്ലാ സംശയവും തീർന്നു. ഇതാണോ അതാണോ മറ്റതാണോ മറിച്ചതാണോ, അതൊരു സംശയമില്ല. ഐ നോ വൺ തിങ്, ഐ ആം ഹിം. തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടി. തത്വമസി തത്വമസി എന്നല്ലേ ഇതേവരെ ഭഗവാൻ എന്നോട് പറഞ്ഞിരുന്നത്, നീ അതാണ് നീ അതാണ് നീ അതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, തത്വമസി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഭഗവാൻ? ഇപ്പം എനിക്കത് മനസ്സിലായി, അഹം ബ്രഹ്മാസ്മി, ഞാൻ അപ്പം ബ്രഹ്മമാണ്. ഇനി എന്നാ ബ്രഹ്മമാവുക? ഇതാ തുടങ്ങുക ഈ പ്രയത്നം. കരിഷ്യേ വചനം തവ, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് അർജുന, ആ ഭഗവാനെ എന്ന് പറയുന്നത്. ഭഗവാൻ പിന്നെ ഒരു അക്ഷരം ഭഗവത്ഗീതയിൽ മിണ്ടിയിട്ടില്ല. നോക്കൂ, ഭഗവത്ഗീതയുടെ ഘടന നോക്കൂ. എപ്പോൾ അർജുനൻ പറഞ്ഞോ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ എന്ന് പറഞ്ഞോ, മോഹം കേട്ടു, കിട്ടിയ ഓർമ്മ നിൻ പ്രസാദത്തിൽ അച്യുത, സന്ദേഹം തീർന്നു നിന്നെ ഞാൻ നിന്റെ ചൊൽപ്പടി ചെയ്യുവൻ. എപ്പോൾ അർജുനൻ ഈ വാക്ക് പറഞ്ഞു, പിന്നെ ഭഗവാന്റെ അക്ഷരം വേണ്ടിയിട്ടില്ല. ഭഗവത്ഗീതയിൽ 18 അധ്യായത്തിൽ 73 ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ സഞ്ജയൻ്റെ കമൻട്രി, സഞ്ജയൻ പറയണതാണ് 2-4 ശ്ലോകങ്ങൾ, 5-6 ശ്ലോകങ്ങൾ. അപ്പോൾ 73 ശ്ലോകം അർജുനനാണ് ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞില്ല അർജുനൻ എന്നുണ്ടെങ്കിൽ ഭഗവാൻ പിന്നെ ഒരു കൈ നോക്കിയായിരുന്നു, ഒരു 100-300 ശ്ലോകമൊക്കെ പിന്നെയും ചെക്ക് ചെയ്തായിരുന്നു. എൻ്റെ ആവശ്യമില്ല, നിർത്തി. ഭഗവാൻ അപ്പം നിർത്തി, വായ മൂടി. നഷ്ടോ മോഹ, ഈസ് ഗ്യാരണ്ടി, എൻ്റെ നഷ്ടം, എൻ്റെ മോഹം പോയി. അർജുനൻ നിസ്സാരക്കാരനല്ല. അർജുനൻ പറഞ്ഞ വാക്കിന് വിലയുണ്ട്. ഭഗവാൻ അത് ഫേസ് വാല്യൂ, യു ടുക്ക് ഇറ്റ് ഫോർ ഫേസ് വാല്യൂ. ഓക്കെ, നഷ്ടോ മോഹ, എൻ്റെ മോഹം വെടിഞ്ഞു അല്ലേ, വെരി ഗുഡ്, റൈറ്റ്, ക്യാരി ഓൺ, ഓൾ ദ ബെസ്റ്റ്. അപ്പം മോഹം വെടിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മോഹം പൾവറൈസ് ആയാൽ, വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ത്രൂ ദിസ് ഭജഗോവിന്ദം, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ വേണ്ടത് സാധനയാണ്. നമുക്ക് സാധനയാണ്. ഇപ്പോൾ ഉപദേശം സ്റ്റോപ്സ് വെൻ മോഹം എൻഡ്സ്. അത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടീസ്, ഇറ്റ് ഈസ് ആചരണം. നമ്മൾ പഠിച്ചത് ആചരിക്കേ വേണം. പക്ഷെ ഇത് പോയി കിട്ടാനാണ് ഉപദ്രവം. കാരണം എവിടുന്നാണ് ഈ മോഹം ഉണ്ടായത്? ഒന്ന് അനലൈസ് ചെയ്യുക, 2 മിനിറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. എവിടുന്നാണ് ഈ മോഹം ഉണ്ടായത്? ഭഗവത്ഗീതയിലേക്ക് തന്നെ പോവാണോ? 2-ാം അധ്യായത്തിലേക്ക് പോവാം. 18 തിരിച്ച് 2 പോവാം. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ, സംഘാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ.
ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. 62-ാമത്തെ ശ്ലോകത്തിൽ ദി ഫോൾ ഓഫ് മാൻ, മനുഷ്യൻ്റെ പതനം എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മുകളിൽ നിന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് റബ്ബർ പന്ത് കോണിപ്പടിയിൽ വീണ് കഴിഞ്ഞാൽ ആ പന്തിൻ്റെ താഴത്തേക്കുള്ള വരവ് എങ്ങനെയാണ്? ആദ്യം വീണു, മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു അടുത്ത സ്റ്റെപ്പിൽ വീണു, കുട്ടിക്ക് പിടിക്കാൻ കിട്ടിയില്ല. അടുത്ത പന്ത് ബമ്പ് ചെയ്തിട്ട് 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് ചാടി, 2-ാമത്തേലേക്കല്ല. ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ ഇൻ ജോമെട്രിക് റിഗ്രഷൻ. 4-ാമത്തേൽ പിടിക്കാൻ കിട്ടിയില്ല, പിന്നെ ചാടുന്നത് 10-ാമത്തേലേക്കാണ്. 10-ൽ പിടിക്കാൻ പറ്റിയില്ല, പിന്നെ ചാടുന്നത് 18-ലേക്കാണ്. പിന്നെയും പിടിക്കാൻ പറ്റിയില്ല, 22-ലേക്ക് ചാടി ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവിടെ ക്വാർട്ടറാങ്കിളിൽ കുറേ ചാടി, അങ്ങോട്ട് തട്ടി അവസാനം ക്ഷയിച്ച് ഒന്നിനും കൊള്ളാത്ത രീതിയിൽ he becomes almost a non-entity. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്താ? ആ ഫോളിൻ്റെ ധ്യായതോ വിഷയാൻ പുംസ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള, അങ്ങോട്ടൊന്നും നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ വിഷയാൻ പുംസ സംഘസ്ഥേ ശുഭജായതേ, അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അല്ലേ? 10 പ്രാവശ്യം വിൻഡോ ഷോപ്പിംഗ് നടത്തിയാൽ ഒരു ഷോപ്പിംഗ് നടത്താം, അങ്ങനെയുള്ള ടേബിള്. 10 വിൻഡോ ഷോപ്പിംഗ് ഈസ് ഈക്വൽ ടു 1 ഷോപ്പിംഗ്, 10 ഷോപ്പിംഗ് ഈസ് ഈക്വൽ ടു 1 പോപ്പർ, അങ്ങനെയല്ലേ? അപ്പോൾ കുറേ പ്രാവശ്യം വിൻഡോ ഷോപ്പിംഗ് നടത്തിയാൽ ഒന്ന് നടത്തുന്നു, മേടിച്ചാൽ എന്താ തോന്നും. അപ്പോൾ ധ്യായതേ വിഷയാൻ പുംസ സംഘസ്ഥേ ശുഭജായതേ, ഒരു അറ്റാച്ച്മെൻ്റ് അതിനോട്. പിന്നെ നോക്ക്, ഇത് മേടിക്കണമെന്നൊന്നുമില്ല, എന്നാലേ ഒന്ന് പോയി നോക്കട്ടെ. മേടിക്കാനൊന്നുമല്ല, ഒന്ന് കാണാൻ വേണ്ടി പോവുക. കാണാൻ വേണ്ടി പുറത്തുനിന്ന് കണ്ടത് പോരാ, അകത്ത് പോയിട്ട് തൊട്ട് നോക്കണം. അറ്റാച്ച്മെൻറ്റ്. സംഘസ്ഥേ ശുഭജായതേ സംഘാത് സംജായതേ കാമ, പിന്നെ അതിനൊരു ഇഷ്ടമായി, അറ്റാച്ച്മെൻറ്റ് പോയിട്ട് ഇഷ്ടമായി. ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നത്തെ റിയാക്ഷൻ എന്താ? ഒന്നുകിൽ അത് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. കിട്ടിയാലും കോപം, കിട്ടിയില്ലെങ്കിലും കോപം. സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ. ക്രോധം വന്നാൽ എന്താ? ക്രോധാത് ഭവതി സമ്മോഹ, നീ ആരാണെന്നുള്ള ഓർമ്മ നിനക്ക് കെടും. യു വിൽ ലൂസ് യുവർ ഐഡൻറ്റിറ്റി, നോളജ് ഓഫ് യുവർ ഐഡൻറ്റിറ്റി. ഹൂ ആർ യു എന്നുള്ളത് സമ്മോഹ. ക്രോധം വന്നാൽ അതാണ്ടാവുക. ക്രോധാത് ഭവതി സമ്മോഹ, യു ബിക്കം ഡെല്യൂഡഡ്, നോട്ട് നോയിങ് വാട്ട് ദ റിയാലിറ്റി ഈസ്, നോട്ട് നോയിങ് ഹൂ യു ആർ. ദേഷ്യം വന്നാൽ എന്തൊക്കെയാ നടക്കുക? അപ്പോൾ ക്രോധത്തിൽ നിന്നാണ് സമ്മോഹം വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി പോവും, ഓർമ്മ പോവും. അതാണ് നഷ്ടോ മോഹ സ്മൃതി ലബ്ധ്വ എന്ന് പറഞ്ഞ്. മോഹം പോയി, അതിൻ്റെ കൂടെ ഓർമ്മയും പോയി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർമ്മ തിരിച്ചു വരണം അല്ലേ? സത്യം എന്താണ്, മിഥ്യ എന്താണ് എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ചു. സത്യം മിഥ്യയാണെന്ന് വിചാരിച്ചു, മിഥ്യ സത്യമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഐ എം എ മൂഢ, ഐ എം ഹാവിങ് എ മോഹ. അപ്പോൾ ഞാൻ എന്താ? സത്യത്തിനെ മിഥ്യ എന്ന് വിചാരിച്ചു, മോഹം പോയി. സത്യത്തിനെ ഐ വിൽ നോട്ട് ട്രീറ്റ് എനിമോർ ആസ് മിഥ്യ. പക്ഷെ അത് സത്യമാണെന്ന് ഞാൻ അറിയണ്ടേ, അതറിഞ്ഞില്ല. സ്മൃതി ഇല്ല, സ്മൃതി ലബ്ധ്വ, അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. നെഗറ്റിവിറ്റി പോയി, പോസിറ്റിവിറ്റി വന്നു. അത് രണ്ടും വേണം. അല്ലാണ്ട് നെഗറ്റിവിറ്റി പോയാൽ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത എത്തിയതുമില്ല എന്ന് പറഞ്ഞ പോലെയാവും. സമോഹ സ്മൃതി സമോഹാത് വിഷയാൻ പുംസ സംഘസ്ഥേ ശുഭജായതേ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ പ്രണശ്യതി. അപ്പോൾ മോഹം കഴിഞ്ഞുണ്ടാകുന്ന ആക്ടിവിറ്റീസും മോഹത്തിന് മുമ്പുണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്യുന്നത് മോഹമാണ്. അപ്പോൾ ആ മോഹം നശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആക്ടിവിറ്റീസ് എല്ലാം നിലനിൽക്കും. സമ്മോഹം നശിച്ചു കഴിഞ്ഞാൽ സ്മൃതി കിട്ടും. സ്മൃതി കിട്ടിക്കഴിഞ്ഞാൽ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ
നാച്ചുറലി വൈരാഗ്യത്തോട് വീട്ടിലെ ക്ഷാനം വരിക. പിന്നെ ആത്മസാക്ഷാത്കാരത്തിന് എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജായതേ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഘാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങൾ നിനപ്പോനായി അവയിൽ സംഗമപ്പെടും. സംഘത്താൽ കാമമുണ്ടാകും, കാമത്താൽ ക്രോധമാണ്ടിടും. ക്രോധാൽ ഭവതി ക്രോധത്താലാണ് സമ്മോഹം. സമ്മോഹാൽ ഓർമ്മ വിട്ടിടും, ഓർമ്മ വിട്ടാൽ ബുദ്ധികളും, ബുദ്ധി കെട്ടാൽ നശിച്ചിടും. ഇതാണ് നാശത്തിന് കാരണം. ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ, ദ ഫോൾ ഓഫ് മാൻ. അതാണ് ഈ മോഹം എന്ന് പറയാൻ കാരണം. സെൻട്രൽ ഫോഴ്സാണ് മോഹം. അതുകൊണ്ടാണ് ഇതെല്ലാം വന്നത്. അത് പോയാലാണ് ഇതൊക്കെ പോവുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനൻ അവിടെ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ മോഹം കയ്യിൽ നിന്ന് പോകുന്നർത്ഥം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ഭജഗോവിന്ദത്തിനെ പണ്ഡിതന്മാർ അന്നത്തെ കാലത്ത് ശങ്കരൻ ഈ രചിച്ച് പുറത്തേക്ക് വന്ന സമയത്ത് പബ്ലിക്കായ സമയത്ത് അന്നത്തെ പണ്ഡിതന്മാരെല്ലാവരും കൂടി ചേർന്ന് അതിനൊരു പേരിട്ടത് മോഹമുദ്ഗര, ദ പൾവറൈസർ ഓഫ് മോഹ. നോക്കാൻ നമുക്കല്ലേ, നമ്മുടെ മോഹം പോവില്ലെന്ന് നോക്കണല്ലോ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വേണ്ട, ചിലപ്പോൾ പറ്റില്ല എന്ന് വരും, വേറെ ഗ്രന്ഥം പഠിക്കേണ്ടി വരും. എന്നോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഹം ചിലപ്പോൾ നിൽക്കായിരിക്കാം. അതും പറയണില്ല, നിൽക്കില്ല എന്ന് ഞാൻ പറയണില്ല. നമ്മൾ ആരും ഒരു എന്താ പറയുക ഗ്യാരണ്ടി കൊടുക്കണമെന്നില്ല ആർക്കും. ഭജഗോവിന്ദം പഠിച്ചിട്ട് ഞാൻ സാഹിത്യം ചെയ്തോളാന്ന് ഇല്ല. പറ്റുന്നത് നമ്മൾ പറയണു, നമ്മളത് ശ്രമിക്കണു. ശ്രമിച്ചാൽ വിടുക, ഇല്ലെങ്കിൽ വിടുക, വേറെ ഒന്ന്. ദാറ്റ്സ് ഓൾ. എവിടെയാണെന്ന് അറിയില്ലോ നമുക്ക്. നമ്മുടെ ഭാഗ്യം കിടക്കുന്നത് ഏത് ഗ്രന്ഥത്തിലൂടെയാണ് നമുക്കറിയില്ലോ, ഏത് ആചാര്യനിലൂടെയാണ് നമുക്കറിയില്ലോ, ഏത് വാക്കിലൂടെയാണ് നമുക്കറിയില്ലോ, എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കണ്ടിന്യൂ അല്ലേ, സാധന കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ ഒരു കാര്യം, മോഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുടെ ഉപദേശത്തിനും പോവില്ല, ആരും ഉപദേശിക്കാനും വരില്ല. മനസ്സിലായി? അതാണ് മോഹമുദ്ഗര എന്ന് പറയാനുള്ള വേറൊരു കാരണം. അപ്പോൾ ഇതെന്തായി? മോഹമുദ്ഗര എന്നുള്ള ഇതുമായി. മഞ്ജരിക എന്ന് പറയുന്ന അവിടെ നമ്മൾ അതും കണ്ടു. എന്തുകൊണ്ടാണ് മഞ്ജരിക എന്ന് പറയാൻ കാരണം? ആ രണ്ട് നാമത്തിനും വളരെ അന്വർത്ഥമായി ആയിട്ടുള്ള ഗ്രന്ഥമാണത്. അവിടെ മഞ്ജരിക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പരിമളം മാത്രമല്ല, അതിൻ്റെ അർത്ഥഭംഗിയും കൂടെ, അതിൽ നിന്ന് കിട്ടുന്ന തേനീച്ചകൾക്കുള്ള വണ്ട്, രണ്ടും സംഗീതവും സാഹിത്യവും, ലിറിക് ആൻഡ് മ്യൂസിക്, രണ്ടും കേമാണ്. അങ്ങനെയാണല്ലോ. സംഗീതം അഭിസാഹിത്യം സരസ്വത്യ കുജദ്വയം എന്നല്ലേ പറയാം. നമ്മുടെ മടിയിൽ ഇങ്ങനെ അമിഞ്ഞു കുടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ, സരസ്വതി ദേവിയുടെ മടിയിൽ കിടക്കുമ്പോൾ എന്തൊരു ആനന്ദം നമുക്ക് കിട്ടുക അല്ലേ? അതൊന്ന് കഴിഞ്ഞാൽ മറ്റേലേക്ക് മാറ്റി, അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി, അങ്ങോട്ടൊക്കെ താലോലിച്ച് അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണ ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു നിർവൃതിയാണ് നമുക്ക് കിട്ടുക. സംഗീതം അഭിസാഹിത്യം സരസ്വത്യ കുജദ്വയം. അമ്മയുടെ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് സംഗീതം ഒന്ന് സാഹിത്യമാണ്, ഒന്ന് ലിറിക്കും ഒന്ന് സ്ക്രിപ്റ്റുമാണ്. എന്താ, ഒന്ന് ലിറിക്കും മറ്റു മ്യൂസിക്കുമാണ്. മനസ്സിലായി? ഒന്ന് സ്ക്രിപ്റ്റ്, ഒന്ന് മ്യൂസിക്. അത് രണ്ടും രണ്ട് അമ്മയുടെ സ്ഥലങ്ങളാണ്. അവിടെ നിന്നാണ് നമ്മൾ മുലപ്പാൽ കുടിക്കുന്നത്. രണ്ട് രീതിയിലുള്ള മുലപ്പാൽ, ഒന്ന് സാഹിത്യം, ഒന്ന് സംഗീതം. അത് രണ്ടും നമ്മുടെ മുലപ്പാല സ്ഥലങ്ങളാണെന്ന് പറയാം. ഏകതാപാത മധുരം, ഒന്ന് മാധുര്യം തന്നെ, അന്യത് ആലോചനാമൃതം. രണ്ടാമത്തത് ആലോചിച്ചെടുക്കാനുള്ളതാണ്, ബുദ്ധി ഉപയോഗിച്ചെടുക്കാനുള്ളതാണ്. അതാണ് ഈ തേനീച്ച, തേൻ. മറ്റത് കാണാൻ കുഴപ്പമില്ല. കടൽക്കരയിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താ, നമുക്ക് നല്ല വൈകുന്നേരമൊക്കെ ചെന്ന് കടൽക്കരയിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റ്, ആ ബ്രീസ്, ആ വേവ്സിൻ്റെ നല്ലൊരു ഓളം,
കാണാനൊക്കെ എന്തൊരു സൗന്ദര്യമല്ലേ. അതേ ഉള്ളൂ. നമുക്കത് കഴിഞ്ഞിട്ട് സമുദ്രം ആസ്വദിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കണം. ഭണ്ഡാരം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മുങ്ങിത്തപ്പിയാണ് കിട്ടുക. മുങ്ങിത്തപ്പാൻ അറിയുന്നവന് രത്നങ്ങൾ കിട്ടും. വിലമതിക്കാത്ത രത്നങ്ങൾ കിട്ടും അതിൻ്റെ ഉള്ളിൽ. അതുപോലെ ആണ് ആ മഞ്ചരികയുടെ രണ്ടർത്ഥം. അതുപോലെ തന്നെയാണ് മോഹമുദ്ഗര. അപ്പോൾ നാമത്തിനെ സംബന്ധിച്ചിടത്തോളം ഭജഗോവിന്ദത്തിൽ നാമം വന്നതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ധാരാളമായി. ഇത് കൂടുതൽ വേണ്ട. ഇനഫ് ഇസ് ഇനഫ്. മനസ്സിലായി. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഈ നാമങ്ങൾ വരുന്നത്. മോഹമുദ്ഗര ഒന്നും പുതിയ ആൾക്കാർക്ക് അറിയില്ല. പുതിയ ആൾക്കാർ ഇതിലൊന്നും ഈ നാമങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഓമന പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ശരിക്കുള്ള പേരെന്താ വെച്ചാൽ അവനോ തന്നെ ചിലപ്പോൾ മറക്കും. ഞാൻ ഒന്ന് ആധാർ നോക്കിയിട്ട് പറയാമെന്ന് പറയും. അപ്പോൾ ഭജഗോവിന്ദൻ എന്നാണ് എല്ലാവരും ഇതിനെ അറിയപ്പെടുന്നത്. അതിന് വേറെ 2 പേരുണ്ട്. ദ്വാദശ മഞ്ചരിക എന്നും ചതുർദശ മഞ്ചരിക എന്നും മോഹമുദ്ഗര എന്നും 2 പേരുണ്ട്. അത്രയും നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഭജഗോവിന്ദം ഈ വൃദ്ധ ഡുക്രിങ്കരൻ്റെ അടുത്ത് ചെന്നിട്ട് കാശി ക്ഷേത്രത്തിൻ്റെ നിന്ന് ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഇല്ലെങ്കിൽ പോകുമ്പോൾ ശങ്കരാചാര്യർ വൃദ്ധനെ കണ്ട് ഈ വൃദ്ധനെ കണ്ട് ഡുക്രിങ്കരനെ വായിച്ചിരിക്കുന്ന വൃദ്ധനെ കണ്ടപ്പോൾ മനസ്സിലൊരു രസം തോന്നി. ഒരു ഉപദേശം കൊടുക്കണമെന്ന്. അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചെറിയ ഒരു പ്രൈവറ്റ് അജണ്ട ഉള്ളടങ്ങിയിട്ടുണ്ടെന്ന് ഒരു പണ്ഡിതന്മാർ പറയുന്നു. ഒരു കൂട്ടം പണ്ഡിതന്മാർ അന്ന് പ്രസ്താവിച്ചിരുന്ന ചില ലേഖനങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈ 14 ശിഷ്യന്മാർ ശങ്കരാചാര്യരെ ഒപ്പം ചേർന്നിട്ട് അധികം കാലം ആയിട്ടില്ല. കാരണം ബുദ്ധമതം 32 കൊല്ലല്ലേ ശങ്കരൻ ജീവിച്ചിരുന്നിട്ട് തന്നെയുള്ളൂ. 4 പ്രാവശ്യം എല്ലാം കറങ്ങി ചുറ്റിയ ആളാണ്. അപ്പോൾ പിന്നെ എത്ര സമയം ഉണ്ടാവും ശിഷ്യന്മാർ അവിടെ ചെന്നിട്ട് അദ്വൈത സിദ്ധാന്തത്തിലേക്ക് എല്ലാവരെയും അടിച്ച് ഉള്ളിലാക്കിയിട്ട് ആരെയും അടിച്ച് പുറത്തേക്കില്ല, എല്ലാവരും അടിച്ച് ഉള്ളിലാക്കി. എല്ലാവരും കൂടി കൊണ്ടു നടക്കുകയായിരുന്നില്ല. അതെന്നാണല്ലോ 14 ശിഷ്യന്മാർ വന്നത്. അപ്പോൾ അധികം കാലം ആയിട്ടില്ല. അങ്ങനൊരു വലിയൊരു പരിചയമൊന്നുമില്ല തമ്മിൽ. ഉദാഹരണ ശിഷ്യനാണെന്ന് അറിയാമെന്നല്ലാണ്ട് ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ, പ്രിൻസിപ്പളെ കണ്ടാൽ അറിയും. പ്രിൻസിപ്പൾ ഇങ്ങോട്ടും കണ്ടാൽ താൻ കുഞ്ഞുകുട്ടിയല്ലടോ ചോദിക്കും. അത്ര അതൊരു കവിഞ്ഞിട്ടുള്ളൊരു ബന്ധമായിട്ടില്ല. അതിനെ പിടിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ ശങ്കരാചാര്യർക്ക് നേരിട്ട് ചില കാര്യങ്ങൾ ശിഷ്യരോട് ഉപദേശ രീതിയിൽ പറയണമെന്നുണ്ട്. അതിങ്ങോട്ട് പറയാൻ ഒരു ഡെലിക്കസി. അത് പറഞ്ഞാൽ ആ കുട്ടികൾ തെറ്റിദ്ധരിക്കണമാവോ, ഫസ്റ്റ് ഇയറല്ലേ ആയിട്ടുള്ളൂ, അപ്പം എന്താ ചെയ്യുക, അങ്ങനെ ഒരു ഡെലിക്കസി ഉണ്ട്. അപ്പോൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം ലോക തത്വം എന്താണ്. കാരണം ഇവർ ഈ സന്യാസം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സന്യാസത്തിലേക്ക് മാത്രം തലതിരിഞ്ഞ് പോവുക. അപ്പോൾ ഗൃഹസ്ഥൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർക്ക് അതിനൊരു ഉപദേശവും കൊടുക്കണം. കാരണം എല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിലൊന്നും ചെന്ന് ചാടാതിരിക്കാനുള്ളൊരു ഇതും ഉപദേശം ഇവർക്ക് കൊടുക്കണം. ഇവർക്ക് ഉപദേശം കൊടുക്കണമെന്ന് മനസ്സിലെങ്ങനെയുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ അറ്റക്കഴയും പിൻകഴുത്തും കൂടി ഒത്തു. മനസ്സിലായില്ലേ. ശുക്രങ്കരനെ അവിടെ റെഡി ആയിട്ടിരിക്കേണ്ട ഒരാൾ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കേണ്ട സമയമായി. അങ്ങനെ ഉപദേശം കൊടുക്കേണ്ട സമയത്താണ് ശങ്കരൻ ഇവർക്ക് തിരിഞ്ഞടിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 12 ശ്ലോകം പറഞ്ഞു. ഗൃഹസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വിഡ്ഢിത്തരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡുക്രിങ്കരന്, ഇങ്ങനെയുള്ള നമുക്ക് ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഈ 12 ശ്ലോകവും ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്മാർക്കുള്ളതാണ്. അത് ഈ ഡുക്രിങ്കരന് വഴി കൊടുത്തു എന്ന് മാത്രം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് അജണ്ട. 12 കൊടുത്തപ്പോൾ ഭഗവാന് ഭഗവത്പാദർക്ക് ശങ്കരാചാര്യർക്ക് സന്തോഷമായി, തൃപ്തിയായി. ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. ഞാൻ പറയേണ്ടത് അവരോട് മൂത്ത് നോക്കി പറഞ്ഞല്ലോ. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നീ അവർ തന്നെ മനസ്സിലാക്കിക്കോളും എന്നുള്ളൊരു നിർവൃതി മനസ്സിൽ. ഡുക്രിങ്കരനേക്ക് കൊടുക്കേണ്ടത് ഡുക്രിങ്കരനേക്ക് കൊടുക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ. അത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ശിഷ്യന്മാർ ചില്ലറക്കാരാണോ? ആരാ? ശങ്കരാചാര്യമതസ്യ പത്മപാദം ച ഹസ്താമലകഞ്ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരവന്യാൻ അസ്മദ്ഗുരും സന്തതമാനതോസ്മി.
അങ്ങനത്തെ ആൾക്കാരാ ശിഷ്യന്മാർ. പത്മപാദർ, ത്രോടകാചാര്യർ ഒക്കെ ചില്ലറക്കാരാണോ? ഓരോരുത്തരും ഗ്രന്ഥം രചിച്ചിട്ടുള്ളവരാ. പത്മപാദരെയൊക്കെ ഒരൊറ്റ പ്രാവശ്യം പത്മാന്നിട്ട് വിളിച്ചുള്ളൂ. വെള്ളത്തിൽ കൂടെ നടന്നു പോകാൻ ഒരു മടിയുണ്ടായില്ല. പുഴയുടെ അക്കരെ നിന്നിട്ട് ശങ്കരൻ പത്മപാദാന്ന് വിളിച്ചപ്പോഴേക്കും പുഴയൊന്നും നോക്കിയില്ല, നേരെ നടന്നുപോയി. അപ്പോൾ ആ പാദത്തിൽ, ഓരോ പാദത്തിലും ഗുരുവിൻ്റെ വിളി ഒബേ ചെയ്യാനായിക്കൊണ്ട് ആ വിളി കേട്ട് വെള്ളമാണെന്ന് നോക്കാതെ പോയ പത്മപാദർക്ക് അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ഒരു പത്മം ഇങ്ങനെ ഇല കിടക്കുന്നത് അനുഭവപ്പെട്ടു എന്നാണ്. ആ ഗുരുഭക്തിയുടെ ആ ഒരു മഹിമ പറയുന്നിടത്ത് ഇങ്ങനൊരു കഥ പറയും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പേര് പത്മപാദൻ എന്ന് വന്നത്. കിരാതൻ വന്നിട്ട്, ഒരു കാട്ടാളൻ വന്നിട്ട് ഭഗവാന്റെ തല ചോദിച്ചില്ലേ, മഹർഷിയുടെ ശങ്കരാചാര്യരുടെ തല, മലയാളത്തിൻ്റെ തല വെള്ളത്തോളിൻ്റെ ഗംഭീരമായിട്ട് എഴുതിയിട്ടില്ലേ, നരസിംഹാവതാരം വന്നിട്ട്. അത് ഭഗവാന്റെ ശിഷ്യനാണ്. അപ്പം അവർ ശിഷ്യരാരും ചില്ലറക്കാരില്ല, ഒക്കെ ഡോക്ടറേറ്റ്സാണ് എല്ലാവരും. അതെ, കാരണം ബുദ്ധമതത്തിലും മറ്റുള്ള മതങ്ങളിലെല്ലാം അങ്ങേയറ്റം വിദ്യ അഭ്യസിച്ചവരല്ലേ. അദ്വൈതം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടെക്നിക്കൽ ഇങ്ങോട്ട് പോന്നു എന്ന് മാത്രം. അവർക്ക് എല്ലാം അറിയാം. അപ്പോൾ അവർ നിസ്സാരക്കാരല്ല. ദേ ആർ നോട്ട് വേസൈഡേഴ്സ്. വെറുതെ പിക്കപ്പ് ചെയ്തതല്ല. എല്ലാ ഈ കനികണ്ട കോളേജിൽ അഡ്മിഷൻ മേടിക്കുന്നവരല്ല അവർ. ദേ ഓൾ ഡിസേർവ് ടു ബി ശിഷ്യാസ് ഓഫ് ശങ്കരാചാര്യ. അങ്ങനത്തെ ആൾക്കാരാണ് അവർ. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് മനസ്സിലായി, ഓഹോ ഇത് നമുക്ക് ഇട്ട് വെച്ചതാട്ടോ ഗുരു. എല്ലാവരും നമുക്ക് മനസ്സിലായി. എല്ലാവരും ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡാണ് അവർ. ഭയങ്കര സ്റ്റുഡൻറ്റ് യൂണിയനാണ്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, ഇത് ഭഗവാൻ നമുക്ക് വെച്ചതാണ് കേട്ടോ ഗുരുനാഥൻ. അയാളൊക്കെ പാവം, അയാളവിടെ ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കാണ് ആ സംഭവം. മനസ്സിലായില്ലേ? വെറുതെ ഇരിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട്? ഗുരുനാഥന് മറുപടി കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ ഗുരുനാഥാ. ഞങ്ങൾ അങ്ങനെ ചങ്ങല വിട്ട് നടക്കണവരല്ല. വി നോ ഓൾ ദിസ് ആൻഡ് ദിസ് ഈസ് അവർ വ്യൂ ഓൺ ദിസ് ഹോൾ തിങ്. ഞങ്ങൾ എന്തൊക്കെയാണ് പറയണത്? വി ഓൾസോ ഫീൽ ദ സെയിം വേ. അത് പറഞ്ഞിട്ട് ഓരോരോ ശങ്കരാചാര്യർ പറഞ്ഞ ഓരോ ശ്ലോകത്തിനും ഓരോരുത്തരും അതിൻ്റെ മുകളിൽ ഉള്ള ഫർദർ ഡെവലപ്മെൻറ്റ്, ഫർദർ എക്സ്പ്ലനേഷൻ, വേറൊരു ആംഗിൾ വ്യൂ പോയിന്റിൽ ഈ ഡുക്രിങ്കരനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു 14 ശ്ലോകങ്ങൾ, 14 ആൾക്കാർ ഓരോരുത്തരും ഓരോരോ എൻ്റെ കോൺട്രിബ്യൂഷൻ. പത്മപാദർ വന്നിട്ട് പറഞ്ഞു, ഇതേ ഡുക്രിങ്കരനെ ഇതെൻ്റെ വക ഇരിക്കട്ടെ വെച്ചോ. പത്മപാദർ അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോയി. എൻ്റെ പിന്നാലെ ത്രോടകാചാര്യർ പറഞ്ഞു, ഇതെൻ്റെ വക ഇരിക്കട്ടെ, ഇതും കയ്യിൽ വെച്ചോ, ആ കമണ്ടിൽ ഇട്ടോളൂ. ഇങ്ങനെ 14 ശിഷ്യന്മാരും 14 ശ്ലോകം കൂടിയും ചൊല്ലി. അപ്പോൾ ശങ്കരാചാര്യർക്ക് സന്തോഷമായി. കാരണം എന്താ, മനസ്സിലായി പിള്ളേരുടെ കാലിബർ എന്താണെന്നുള്ളത്. ഓ, ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഇവരൊക്കെ എന്താ പറയുക, തീയിൽ വളർന്നവരാ, വെയിലത്ത് എന്താ പറയുക വാടില്ല. തീയിൽ കരുത്തവർ വെയിലത്ത് വാടില്ല എന്ന് പറയില്ലേ. ഓ, ഇവരൊക്കെ ദേഹം അച്ചീവ്ഡ്. അവർക്കിനി അത് മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട അവർക്ക്. ദേ നോ വാട്ട് ഇറ്റ് ഈസ്. ഞാൻ വിചാരിച്ച ലെവലിലേക്ക് തന്നെ എത്തിയിരിക്കണം ഇവർ. ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്തു. നൗ ദേ ഹാവ് കൺഫേം ടു മീ, റിപ്ലൈഡ് ബാക്ക് RSVP, വി ആർ ഓക്കെ, വെൽ റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു മെയിലും കൊടുത്തു എല്ലാവരും, ഓരോരുത്തരും. ഭഗവാന്റെ സന്ദേശം കിട്ടി, താങ്ക് യു, വെൽ റിസീവ്ഡ്, വെൽ ടേക്കൺ എന്ന് പറഞ്ഞ് 14 ശ്ലോകങ്ങൾ തിരിച്ച് ഈ ഡുക്രിങ്കരന് വഴി എന്നെ അങ്ങോട്ട് കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് ശങ്കരാചാര്യന് വളരെ സന്തോഷമായിട്ട് ബാക്കി 4 ശ്ലോകങ്ങൾ അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹ പ്രഭാഷണമായിട്ട് 4 ശ്ലോകങ്ങൾ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ഉൾപ്പോരിങ്ങനെ, ഉൾപ്പോരല്ല, ഒരു ഡീസൻറ്റ് പോരാണത്. മറ്റേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന അമ്മായിമ്മ പോരല്ല. അതും ഏതാണ്ടൊക്കെ ഇങ്ങനെയാണ്. കല്യാണം കഴിച്ച് കുട്ടിക്കിട്ട് വന്നു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം അമ്മായിമ്മയുടെ ഒരു ഇരിപ്പുണ്ട്, കാലുമ്പോൾ കാലൊക്കെ കയറ്റി വെച്ചിട്ട്
ആ സോഫാമിൽ ചെല്ലൊക്കെ വെച്ച് മുറുക്കി. അപ്പോൾ 2-3 ദിവസത്തെ ഈ കുട്ടറ എന്താ പറയുക, പുതിയ വന്നിട്ടുള്ള കുട്ടിയുടെ പെരുമാറ്റം കൂടി കാണുമ്പോൾ മുത്തശ്ശിക്ക് അത്ര ഇങ്ങോട്ട് പിടിക്കുന്നില്ല. എവിടേക്കോ, കാരണം പഴയ ചിട്ടയൊന്നുമല്ലേ. കാലത്ത് നീട്ട, കുളി, അമ്പലത്തിൽ പോവുക, വരിക, എന്നിട്ട് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് അടുപ്പ് കത്തിക്കുക, അതൊക്കെയാണ് ഈ ചിട്ടയൊന്നും. ഈ കുട്ടി അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ല, വേണ്ട പോലെ ഒന്നും ചെയ്യണില്ല എന്ന് മുത്തശ്ശിക്കൊരു തോന്നൽ. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. നേരിട്ട് പറഞ്ഞാൽ വരാൻ പറ്റുമോ? ഇന്നലെ കയറി വന്ന കുട്ടിയല്ലേ, മോനെന്താ തോന്നുക, കൊച്ചുമോനെന്താ തോന്നുക. അപ്പോൾ ഇവൾക്കൊരു പൊട്ട് കൊടുക്കണം. ബാല്യക്കാരിയുണ്ട് അവിടെ, പ്രായമായിട്ടുള്ള ബാല്യക്കാരിയുണ്ട്. അവളെ കിട്ടി, അവളുടെ മെക്കട്ടായി മുത്തശ്ശിയെന്ന്. അതേ, എന്താ കണ്ടിരിക്കണേ, എന്താ ഈ കാലത്ത് ഇങ്ങനെയൊക്കെയാ ഇവിടുത്തെ സമ്പ്രദായം, അങ്ങനെ ആയാൽ പോരാ എന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്തതിന് ഒരു 100 കുറ്റം അവളുടെ നേർക്ക്. ഇതൊക്കെ ഇങ്ങടാണ്, മരുമകൾക്കാണ്. മരുമകൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്, ഇതൊന്നും വേലക്കാരത്തേക്കല്ല, കാർത്തിയാനിക്കുള്ളതല്ല, ഇതൊക്കെ എനിക്കുള്ളതാണ്, കാർത്തിയാനിയച്ചിക്കല്ല ഇത് മുത്തശ്ശി തരുന്നത് എനിക്കാണ്, എൻ്റെ മണ്ടയ്ക്കുള്ള കൊട്ടാണ്. എന്താ കാലത്തെ കോലം എങ്ങനെ, എന്താ അത് ചെയ്യാത്ത, എന്താ ഇത് ചെയ്യാത്ത, ചായ വെച്ചോ, പൂജാമുറി അടിച്ചോ, ഇതൊക്കെ ചെയ്യാണ്ട് നീ എന്തിനാ അങ്ങനെ നടക്കണേ. അധികം ഞെളിക്കൊന്നും വേണ്ട, നീയേ ഇവിടുത്തെ വലിയ കാര്യമായിട്ടാ. അത് കണ്ട് അറിഞ്ഞും കേട്ടും നിന്നോ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒരു എന്താ പറയുക, കൺവേ ചെയ്യലുണ്ടല്ലോ ഇൻഡയറക്റ്റായിട്ട്. മരുവോള് വിടുമോ? മരുവോള് വിടില്ല. മരുവൾക്ക് മനസ്സിലായി ഇത് കാർത്തികേച്ചിക്കുള്ളതല്ല, എനിക്കുള്ളതാണ്. അപ്പോൾ മുത്തശ്ശിയുടെ ചെണ്ടവിട്ടിൽ കഴിഞ്ഞപ്പോൾ, മേളം കഴിഞ്ഞപ്പോൾ മരുവോള് പുറപ്പെട്ടു. കൊച്ചു മരുവോള് അവൾ പുറപ്പെട്ടു കാർത്തികേച്ചിയുടെ നേർക്ക്. അതേ കാർത്തികേയനവളെ, ഇങ്ങനെയൊന്നും അയ്യവിടെ നടക്കില്ല കേട്ടോ. മേലെ അനങ്ങനെ വേണം, വെറുതെ അവിടെ ഇവിടെ ചെന്നിട്ട് കാര്യമില്ല. ഞാൻ പണിയെടുക്കാൻ കയറി ഒന്നൊന്നല്ല ഈ വീട്ടിലേക്ക്, മനസ്സിലായോ? അപ്പോൾ കുറച്ച് മേലനങ്ങണം. എൻ്റെ ഞങ്ങളുടെ മുറിയിൽ നിന്ന് വെള്ളം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി കൊണ്ടുവച്ച വെള്ളമല്ലേ, അതെന്താ മറന്നോ? എത്ര നേരമായി വിളിച്ചിട്ട്, എത്ര നേരമായി? എന്താ തുണിയൊന്നും തിരുമ്പിടാത്? ഇനി എപ്പോഴാ സൂര്യൻ പടിഞ്ഞാട്ട് വന്നിട്ടാണ് അതൊക്കെ ചെയ്യുക? അതൊക്കെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കാലത്ത് ചെയ്യേണ്ട കാര്യത്തിനേച്ചേ പറയുമ്പോൾ വിഷമം തോന്നരുത്. ഇതൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ എന്താ വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കണം, ഞാൻ പണിയെടുക്കാൻ വന്നതെന്നല്ല, അവിടെ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. മുത്തശ്ശിക്ക് മനസ്സിലായി, ഓ ഇവള് കൊള്ളാലോ, ചീനി വളകാണല്ലോ, അത് കണ്ടിരിക്കാൻ നല്ലത്. പിന്നെ സ്നേഹമായി. ഈ ഒരു എന്താ പറയുക, ഒരു സട്ടൽ ടെക്നിക് ഓഫ് കൺവെർസേഷൻ ബിറ്റ്വീൻ 2 പീപ്പിൾ, ഇതാണ് അവിടെ നമുക്ക് കാണുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നാളെ രണ്ടാമത്തെ ശ്ലോകം, അതായത് ഭജഗോവിന്ദത്തിൽ ശരിക്കുള്ള ഫസ്റ്റ് ശ്ലോകം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പല്ലവിയാണല്ലോ, ഇത് വിട്ടില്ല തേങ്ങയാണല്ലോ ഇതല്ല. അപ്പോൾ നമുക്ക് ഇന്ന് തുടക്കത്തിൽ നമ്മൾ ഈ ശ്ലോകം ചൊല്ലിയില്ല. നാളെ തൊട്ട് നമ്മൾ തുടക്കത്തിൽ ഭജഗോവിന്ദവും മറ്റതും 2 പ്രാവശ്യം ചൊല്ലിയിട്ട് ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ ഇത് ഈ ഭജഗോവിന്ദം 2 പ്രാവശ്യം ചൊല്ലിയിട്ട് സമാപനം അവസാനിപ്പിക്കാം, പൂർണ്ണമത എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇന്ന് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. അപ്പം ഇനി നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൻ്റെയും ഭജഗോവിന്ദൻ ജനറലിനെയും ഇൻട്രഡക്ഷൻ കഴിഞ്ഞു, പല്ലവിയുടെ ഇൻട്രഡക്ഷനും ഭജഗോവിന്ദൻ്റെ ഇൻട്രഡക്ഷനും കഴിഞ്ഞു. നാളെ തൊട്ട് നമ്മൾ ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് ആ ശ്ലോകത്തിനെ കുറിച്ചായിരിക്കും നമ്മളുടെ ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതൊക്കെ അതായിരിക്കും. ഇത്ര തന്നെ ഒരു വിപുലമായിട്ട് വേണ്ടി വരില്ല, കാരണം നമ്മളെല്ലാം ജനറലായിട്ട് കുറേ കവർ ചെയ്തു. ഇത്ര സമയം അതിന് പിടിച്ചു എന്ന് വരില്ല. പക്ഷെ എന്നാലും ചില ശ്ലോകം ചില സമയത്ത് എടുത്തു എന്ന് വരാം, സാരില്ല. നമ്മളിപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം പറഞ്ഞ പോലെ ഒരു ടൈം ഫ്രെയിമൊന്നും വെച്ചിട്ടില്ലല്ലോ, നടക്കട്ടെ. ഓപ്പൺ ടൈമിങ്സ് പോണ ട്രെയിനാണ്, അതിന് സ്റ്റേഷനൊന്നും നോക്കണ്ട, സമയം നോക്കണ്ട, അങ്ങനെ പോവുക, സുഖമായിട്ട് ഇങ്ങനെ യാത്ര പോവുക. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. ഭജഗോവിന്ദം ചെല്ലാം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ
സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രങ്കരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രങ്കരണേ. ഹരി ഓം. അപ്പോൾ നാളെ നമുക്ക് കാണാം. എല്ലാവർക്കും അതുവരെ ഹരി ഓം. ഓം പൂർണ്ണമിദം പൂർണ്ണമദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഭഗവാനെ